Hi bro. Hi bro. ഹലോ ഇതെന്താ കഴിക്കിട്ടിയ? ജസ്റ്റ് ഞാൻ സൺഷൈഡിന്ന് കൈ ഇങ്ങനെ വലിച്ചപ്പോ അവിടെ ഗ്ലാസും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ കീറി ചെറുതായിട്ട്. ഇത് എല്ലാവർക്കും വാങ്ങിയിരിക്കുന്നോ? എടുക്കാനില്ലല്ലോ. ഓക്കെ, എന്താ പറയണ്ടേ? എന്താണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം ഞങ്ങൾ വീട്ടിൽ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും റെസ്റ്റിംഗ്. പുതിയ വിശേഷങ്ങൾ ഞങ്ങൾ തിരിച്ച് കിളി പിടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറെ പ്രൊജക്ടിന്റെ ഒക്കെ ഇടയിലാണ്. പിന്നെ ഇപ്പം കുറെ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തായിരുന്നല്ലേ? 1-2 ഇന്റർവ്യൂ മാത്രം കൊടുത്തിട്ടുണ്ട്. ബാക്കി അത് അഭിഷേക് ദ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ 1-2 ഇത് കൂടുതൽ പ്രതീക്ഷിക്കരുത്. സോറി അഭിഷേക്, നമ്മൾ ബിസിയാണ്. അപ്പം വേറെ ഒന്നുമില്ല, എല്ലാവരും റെസ്റ്റിംഗ് ഒക്കെയാണ്. അപ്പം നമുക്കിങ്ങനെ ഏഷ്യാൻ്റെ ഒരു പ്രോഗ്രാം വന്നോണ്ട് നമ്മളെല്ലാവരും ദുബായിക്ക് പോവാം. ടോപ്പ് 5 എല്ലാവരും ഉണ്ട്. ടോപ്പ് 5 എല്ലാവരും ഉള്ള അല്ലേ? ടോപ്പ് 5 എല്ലാവരും ഉള്ള ഒരു ഷോ ആണ്. ബിഗ് ബോസിന്റെ ഒരു ഗംഭീര വരവേൽപ്പ് കഴിഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫീൽ എന്താണ്? ഇപ്പോൾ സന്തോഷം. ഞാൻ ആഗ്രഹിച്ച ഒരു ലൈഫാണ്. അപ്പോൾ അത് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് സിനിമകളൊക്കെ ചെയ്യാന്നുള്ളതാണ്. അതും ഏകദേശം ഇങ്ങനെ ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഡ്രീംസ് ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു ഡ്രീം ആയിരുന്നു ബിഗ് ബോസ്, അത് കിട്ടി. ഇനി നെക്സ്റ്റ് ഡ്രീം ചേസ് ചെയ്യാന്നുള്ളതാണ്, അത് ചെയ്തു. ബിഗ് ബോസിന് ശേഷം ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞപ്പോ എന്താ പറയാ, എന്റെ ഇപ്പൊ ഇതിനു മുന്നേ മുടിയൻ എന്ന പേരിൽ നമ്മളൊരു ക്യാരക്ടർ ചെയ്ത് അതുവഴി ഫേമസ് ആൾക്കാരെ അറിയപ്പെടുന്ന വേറൊരു ഫീല്. ഇപ്പൊ ഇത് എന്റെ ക്യാരക്ടറിൽ എന്നെ ഋഷി എന്ന എന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന ആൾക്കാരെ അപ്പൊ അത് ഒരു ഫെയിം മാത്രമല്ല, അത് എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊരു പുതിയ വൈബാ. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമാണ്. പിന്നെ വേറെ കുറെ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ പറയുന്ന പോലെ. പിന്നെ ഏഷ്യനെറ്റിന്റെ ഓരോ ഷോസും ആ കാര്യത്തിനൊക്കെ ഓട്ടത്തിന്റെ പുറത്താണ്. അപ്പൊ അതിലൊരു പരിപാടിയാണ് ഇപ്പൊ ഞങ്ങൾ ദുബായിലോട്ട് പോണത്. അപ്പൊ ഡാൻസ് എവിടെ പോയാലും എന്തിനു പോയാലും ഡാൻസ് അവർ കളിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കളിക്കണം. നമ്മുടെ ഫ്രീ സ്റ്റൈലർ ആണല്ലോ. ഇത് ഡാൻസ് അല്ലേ, നമ്മുടെ ചാറ്റ് ഷോ. ചിലപ്പോൾ ഡാൻസ് കളിക്കാൻ പറയും, ഇപ്പൊ നമ്മൾ ഡാൻസ് കളിക്കും. നമ്മൾ ഫ്രീ സ്റ്റൈലർ ആണ്, സ്പോട്ട് ഡാൻസർ ആണല്ലോ, കുഴപ്പമില്ല. ഈ ഏഷ്യാനെറ്റ് ഒരു ബിഗ് ബോസിനോട് നിങ്ങൾക്കൊരു ചേഞ്ച് ഒന്നും ലൈഫ് ഇപ്പോഴും കരിയറിൽ ഗ്രോത്തിന് വേണ്ടി ഏഷ്യാനെറ്റ് അന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഉണ്ട്. ഞാൻ വരുന്നതിന് മുമ്പ് എന്നെ അങ്ങനെ ആൾക്കാർ അറിയുന്നൊന്നുമില്ലായിരുന്നു. ഇപ്പൊ ആൾക്കാർ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അത് വലിയൊരു ചേഞ്ച് തന്നെയാണ്. ഇനിയിപ്പം ബാക്കി ഇതും വെച്ചിട്ട് ബാക്കി മുമ്പോട്ട് നമുക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. അതും ഒരു ചേഞ്ച് തന്നെയാണ്. നേരത്തെ നമ്മൾ അവസരങ്ങൾ ഒരുപാട് തേടി ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ചൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നാലും നമ്മൾ കുറച്ചുകൂടെ അവസരങ്ങൾ തേടി പോകുന്നതിൽ ഒരു ഇച്ചിരി എഫേർട്ട് കുറഞ്ഞു. അതേ ഉള്ളൂ. ഈ സിനിമ ആയിരുന്നു ശരിക്കും മോഹിക്കുന്നത്. സിനിമ എന്നുള്ള പുതിയ അവസരങ്ങളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. കിട്ടുന്നുണ്ട്. ഡിസ്കഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പം അതിപ്പം പതുക്കെ ഓരോന്ന് അനൗൺസ് ചെയ്ത് തുടങ്ങും നമ്മൾ. ഹലോ, ബൈ. അപ്പൊ ഞങ്ങൾ പോട്ടെ. സെറ്റല്ലേ?